ഹായ്, സ്പാൻ ഓഫ് കൺട്രോൾ ആണ് ഇന്നത്തെ ടോപ്പിക്. സംഭവം വളരെ സിമ്പിൾ ആണ്. ദ നമ്പർ ഓഫ് പീപ്പിൾ എ മാനേജർ ക്യാൻ ഇഫക്റ്റീവ്ലി സൂപ്പർവൈസ് ഇസ് കോൾഡ് സ്പാൻ ഓഫ് കൺട്രോൾ ഓർ സ്പാൻ ഓഫ് മാനേജ്മെന്റ്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു മാനേജർക്ക് ഇഫക്റ്റീവായി മാനേജ് ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിന്റെ എണ്ണം. ഒരു മാനേജർ 10 പേരെയാണ് സൂപ്പർവൈസ് ചെയ്യുന്നതെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ 10 ആയിരിക്കും. ഇത് പ്രധാനമായും 2 തരത്തിലുണ്ട്: വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ ആൻഡ് നാരോ സ്പാൻ ഓഫ് കൺട്രോൾ. മാനേജർ ഒരുപാട് എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യുന്നെങ്കിൽ അതാണ് വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ. മാനേജ്മെന്റ് ലെവൽസ് കുറവാണ് എന്നതും ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷനും ക്വിക്ക് ഡിസിഷൻസും എല്ലാം ഇതിന്റെ പോസിറ്റീവ് സൈഡ്സ് ആണ്. കോസ്റ്റ് എഫക്റ്റീവുമാണ്. അതുപോലെ തന്നെ മാനേജർക്ക് ഒരുപാട് എംപ്ലോയീസിനെ മാനേജ് ചെയ്യേണ്ടി വരുമ്പോൾ ഓവർലോഡ് ആകാൻ സാധ്യതയുണ്ട്. മിസ്കമ്മ്യൂണിക്കേഷനും ഉണ്ടായേക്കാം. അതെല്ലാം നെഗറ്റീവ്സ് ആണ്. എംപ്ലോയീസിനെ എല്ലാം ഫൗണ്ടർ നേരിട്ട് മാനേജ് ചെയ്യുന്ന സ്റ്റാർട്ടപ്സ് ഇതിന് ഉദാഹരണമാണ്. നാരോ സ്പാൻ ഓഫ് കൺട്രോളിൽ മാനേജർ വളരെ കുറച്ച് എംപ്ലോയീസിനെ മാത്രമേ മാനേജ് ചെയ്യുന്നുള്ളൂ. ബെറ്റർ സൂപ്പർവിഷനും എംപ്ലോയീസിന് മേലുള്ള ക്ലോസർ കൺട്രോളും ഇതിന്റെ പോസിറ്റീവ് സൈഡ്സ് ആണ്. മാനേജറിന് സ്ട്രെസ്സും കുറവാകും. മാനേജ്മെന്റ് ലെവൽ കൂടുതലാണ് എന്നതിനാൽ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്ലോവറും കോസ്റ്റ് കൂടുതലും ആയിരിക്കും. മോർ ബ്യൂറോക്രസിക്കും സാധ്യതയുണ്ട്. ആംഡ് ഫോഴ്സസ് ഇതിനൊരു ഉദാഹരണമാണ്. ആർമിയിൽ ഒരു സൂപ്പർവൈസറിന് കീഴിൽ വളരെ കുറച്ച് സോൾജേഴ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്പാൻ ഓഫ് കൺട്രോളിനെ അഫക്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. നേച്ചർ ഓഫ് വർക്ക്. സിമ്പിൾ ആൻഡ് റൂട്ടീൻ ടാസ്കിന് വൈഡർ സ്പാനും കോംപ്ലക്സ് ടാസ്കിന് നാരോ സ്പാനുമാണ് നല്ലത്. 2. മാനേജേഴ്സ് എബിലിറ്റി. മാനേജർ സ്കിൽഡ് ആണെങ്കിൽ കൂടുതൽ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. 3. എംപ്ലോയീസ് കോമ്പീറ്റൻസ്. സ്കിൽഡ് എംപ്ലോയീസ് ആണെങ്കിൽ സൂപ്പർവിഷൻ അധികം വേണമെന്നില്ല. 4. ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓർഗനൈസേഷന് സ്ട്രോങ് ടെക്നോളജി സപ്പോർട്ട് ഉണ്ടെങ്കിൽ വൈഡർ സ്പാൻ പോസിബിൾ ആണ്. 5. ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ്. എംപ്ലോയീസ് ഏറെ ഡിസ്റ്റൻസിലാണ് ഉള്ളതെങ്കിൽ സ്പാൻ കുറവായിരിക്കും. 6th and the last is ലെവൽ ഓഫ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജേഴ്സിന് നാരോ സ്പാനും ലോവർ ലെവൽ മാനേജേഴ്സിന് വൈഡർ സ്പാനും ആയിരിക്കും. പ്രധാന പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. വൈഡ് സ്പാനിൽ സബോർഡിനേറ്റ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും. ഹൈറാർക്കി ലെവൽസ് കുറവായിരിക്കും. പക്ഷേ മാനേജേഴ്സിന് ഫാസ്റ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം മാനേജേഴ്സിന് സബോർഡിനേറ്റ്സിൽ ഉള്ള കൺട്രോൾ കുറവായിരിക്കും. നാരോ സ്പാനിൽ സബോർഡിനേറ്റ്സിന്റെ എണ്ണം കുറവും ലെവൽസിന്റെ എണ്ണം കൂടുതലും ആയിരിക്കും. അതിനാൽ തന്നെ ക്ലോസർ സൂപ്പർവിഷൻ ഉണ്ടാകും. മോർ എക്സ്പെൻസീവുമാണ്. Right span of control is all about balance. Not too wide, not too narrow. That's it for today. For more videos like this, don't forget to subscribe. See you in the next video. Goodbye.